ഈശ്വംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് ആഭിചാരം ഏൽക്കുമോ ഇല്ലയോ എന്ന വിഷയമാണ്. ആഭിചാരം, മന്ത്രവാദം, കൂടോത്രം, അങ്ങനെയുള്ള കാര്യങ്ങൾ, വിശ്വാസത്തിന് നിരക്കാത്തതായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയും, ആഭിചാരം ഏൽക്കും, ആഭിചാരം ഏൽക്കില്ല. ആർക്കട്ടേക്കും ആർക്കട്ടേക്കില്ല എന്നുള്ളത് കർത്താവിന്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ആഭിചാരക്രിയയും അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പോകാനായിട്ട് നമ്മൾ ഭയപ്പെടണം. മറ്റാരെങ്കിലും നമുക്കെതിരെ ഇതെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും ഏൽക്കാതിരിക്കാനുള്ള ഒരു മാർഗമുണ്ടെന്ന് കർത്താവ് നമ്മെ വചനത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഒരു 2-3 സംഭവങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രാഹ്യം വരും. ഒരു സ്ത്രീ സൂചിപ്പിച്ച ഒരു കാര്യം, പക്ഷെ എൻ്റെ സഹോദരങ്ങളിൽ ഒരാളാണ്, എൻ്റെ തന്നെ സഹോദരൻ, എനിക്കെതിരെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ മന്ത്രവാദ, കൂടോത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. അവൻ്റെ വിശ്വാസം അതിലാണ്. അത് വന്ന് എനിക്കെതിരെയും പ്രവർത്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ഇന്ന് കഷ്ടപ്പെടുന്നത് ചില്ലറ രീതിയിലൊന്നും അല്ല. ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രഗിള്, ഒരു സഹനം, ക്ലേശം, ഇതെല്ലാമാണ് എന്നെ ചുറ്റിപ്പറ്റി കിടക്കുന്നത്. ഇതിനെല്ലാം കാരണം എൻ്റെ സഹോദരൻ, ആ മനുഷ്യൻ ചെയ്യുന്ന ആഭിചാരക്രിയകൾ. വേറൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരാൾ പറഞ്ഞ് അവരുടെ പറമ്പിൽ പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് കളച്ച് അങ്ങനെ ചെന്നപ്പോൾ ഒരു ചെറിയൊരു പൊതി പണിക്കാരൻ കണ്ടെത്തി. ഇനി അത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറയാണ്, ഇപ്പം പിടികിട്ടി ഈ വീട്ടിൽ രോഗം മാറാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരാളുടെ രോഗം കഴിയുമ്പോൾ അടുത്തയാൾക്ക് രോഗം, ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് രോഗങ്ങൾ, ക്ലേശങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പം പിടികിട്ടി. ആ പൊതി ആരോ ഞങ്ങൾക്കെതിരെ ആഭിചാരം ചെയ്തിരിക്കുകയാണ്, മന്ത്രവാദം, കൂടോത്രം നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് മാറാത്ത രോഗങ്ങൾ കുടുംബത്തിൽ വരുന്നത് എന്ന് അവർ ഉറപ്പിച്ചു. വേറൊരു കാര്യം ഒരു സ്ത്രീ സൂചിപ്പിച്ചതാണ്. അവരുടെ അലമാര അതിങ്ങനെ അടുക്കി പെറുക്കി ക്ലീൻ ചെയ്തൊക്കെ വന്നപ്പോൾ അതിനിടയ്ക്ക് എന്തോ ഒരു തകിട് പോലത്തെ സാധനം. ഇനി അവർ എടുത്തു നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്ന ഒരു തകിട്. അപ്പോൾ അവർക്ക് ഉറപ്പിക്കാൻ പറ്റി, വെറുതെ അല്ല ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ ഇങ്ങനെ കൊമ്പ് കോർത്തോണ്ടിരിക്കണത്, ഇതാരോ ഇതിനു വേണ്ടി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കാനോ സ്നേഹിക്കാനോ ഒന്നിച്ചു പോകാനോ ഒന്നും പറ്റാതെ പോകുന്നത്. ഇവിടെ എല്ലാം ഈ 3 സംഭവത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ആഭിചാരം അതാണ് ഞങ്ങൾക്കിട്ട് ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് എന്ന് സ്ഥാപിക്കാൻ നോക്കിയ 3 വ്യക്തികളാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ആഭിചാരം ഏൽക്കും, എന്നാൽ ആഭിചാരം ഏൽക്കില്ല. അപ്പൊ അത് ആർക്കേൽക്കും ആർക്കേൽക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ അനാവശ്യമായിട്ടുള്ള ഭയങ്ങള് നമ്മെ വിട്ടുമാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുമൂലം വരാവുന്ന പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആദ്യമായിട്ട് തന്നെ നമുക്ക് എന്താണ് ആഭിചാരം വചന വെളിച്ചത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഗലാത്യർ 5-ാം അധ്യായം 18 മുതൽ വായിക്കുമ്പോൾ, ജഡത്തിന്റെ വ്യാപാരങ്ങളിലൊന്നാണ് ആഭിചാരം. ജഡത്തിന്റെ വ്യാപാരങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളല്ല, അത് പിന്നീടാ വരിക. 22 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ജഡത്തിന്റെ വ്യാപാരങ്ങൾ, ജഡത്തിന്റെ വ്യാപാരമല്ല നമ്മെ രക്ഷിക്കുന്നത്, സഹായിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ജഡത്തിന്റെ വ്യാപാരങ്ങളിൽ ഒന്നാണ് ആഭിചാരം. വെളിപാട് 18:23 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ആഭിചാരം എന്ന് പറയുന്നത് ഒരു വഞ്ചനയാണ്. ഒത്തിരി പേര് ഈ വഞ്ചനയിൽ പെട്ടു കിടക്കുന്നത് കാണാൻ പറ്റും. വഞ്ചിക്കപ്പെടുന്നത്. ആരെങ്കിലും പറയാണ്, നിങ്ങൾക്കെതിരെ ആരോ കൂടോത്രം ചെയ്തു, നിങ്ങൾക്കെതിരെ ആഭിചാരം ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം വരുന്നത്. ഉടനെ അത് വിശ്വസിച്ചു പോകുന്നവര്, ഞാൻ എന്താ പ്രതിവിധി? ആ പ്രതിവിധി പ്രതിക്രിയ ചെയ്യണം. ഞാൻ അത് കേട്ട് അതിൻ്റെ എല്ലാം പുറകെ പോകുന്ന വ്യക്തികളെ കാണാൻ പറ്റും. അങ്ങനെ പോയി വഞ്ചിക്കപ്പെടുന്നവര്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ സ്വജനത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെടും. ലേവ്യരുടെ പുസ്തകം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 20-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം എടുക്കുമ്പോൾ, നിങ്ങൾ അന്യദൈവാരാധന, ആഭിചാരക്രിയകള് ഇതെല്ലാം ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്നും മുഖം തിരിക്കും. കാരണം നിങ്ങൾ ആ കൽപ്പന ലംഘിച്ചു. ഞാൻ നിങ്ങൾക്ക് ഏകദൈവം എന്നുള്ള കൽപ്പന ലംഘിച്ചു. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് എൻ്റെ സ്വന്തം ജനമായിരിക്കാൻ പറ്റും? അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന അനർത്ഥം ഇതാണ്, നിങ്ങൾ ദൈവജനത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെടും. ദൈവവുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെടും. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള ഒരു പാപമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഇത് വഞ്ചനയാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥവും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 1-2 പാരഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും. 2116 ഞാൻ പറഞ്ഞിരിക്കുകയാണ്, ജ്യോതിഷത്തിന്റെ എല്ലാ രൂപങ്ങളും ഉപേക്ഷിക്കേണ്ടതാണ്. ആഭിചാരം, ജ്യോതിഷം, അതിൻ്റെ എല്ലാ രൂപങ്ങളും ഉപേക്ഷിക്കേണ്ടതാണ്. ജാതകം, നക്ഷത്രം, കൈനോട്ടം,
ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് പെടുന്നതാണ്. ഇത് ദൈവമക്കൾ ഉപേക്ഷിക്കേണ്ട കാര്യമാണ്, അല്ലാതെ ചങ്കോട് ചേർത്ത് പിടിച്ച് നടക്കേണ്ട കാര്യങ്ങളല്ല. വീണ്ടും 2117 കൂടി എടുക്കുകയാണെങ്കിൽ ജാലവിദ്യ, ആഭിചാരം, മതാത്മക സുഹൃത്തത്തിന് എതിരാണ്. ഈ കാര്യങ്ങൾ ജാലവിദ്യ, ആഭിചാരം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണല്ലോ നമ്മൾ കാണുക. മതാത്മക വിശ്വാസത്തിന് എതിരായി വരുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ ആരെങ്കിലും ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ ശപിക്കപ്പെട്ടവരാണ്. മറ്റവരെ ഒന്ന് തകർത്തേക്കാം. അതല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നത് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ ചില ആഭിചാര കർമ്മങ്ങൾ അത് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ളവർ ശപിക്കപ്പെട്ടവരാണ് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആഭിചാര വസ്തുക്കൾ ധരിക്കുന്നത് അപലപനീയമാണ് എന്നുള്ളതും കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കത്തോലിക്ക സഭ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വചനം നിഷ്കർഷിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ലേവ്യർ 19:26 വചനം. ലേവ്യർ 19:26. ശകുനം നോക്കരുത്, ആഭിചാരം നടത്തരുത്. ശകുനം നോക്കരുത്, ആഭിചാരം നടത്തരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഗലാത്യർ 3-1 വചനം അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഭോഷന്മാരായ ഗലീലിയരെ, നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? ആരാണ് നിങ്ങളെ ആഭിചാരം ചെയ്തത്? വീണ്ടും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിനെ പ്രകോപിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ ആഭിചാര കർമ്മങ്ങൾ എന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. 2 രാജാക്കന്മാർ 21:6 വചനം. പുത്രനെ ബലിയർപ്പിക്കുന്നത്, ഭാവി ഫലപ്രവചനം, ശകുനം, ആഭിചാരം, മന്ത്രവാദം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തെ പ്രകോപിപ്പിക്കുന്ന കാര്യങ്ങളാണ്. 2 ദിനവൃത്താന്തം 33:6 വചനം. ജ്യോത്സ്യം, ആഭിചാരം, ശകുനം, മന്ത്രവാദം ഇവ കർത്താവിനെതിരെയുള്ള തിന്മകളാണ്. ഇനി ഇതിലൂടെയൊക്കെ താൽക്കാലികമായ നേട്ടം നമുക്കുണ്ടായാലും അവസാനം നമ്മൾ കത്തിച്ചാരമാകും എന്നുള്ളത് യെശയ്യാ 47:12 നമ്മൾ വായിക്കുന്നതാണ്. ആരെങ്കിലും നമുക്കെതിരെ ആഭിചാരം ചെയ്താൽ അത് ഏൽക്കാതിരിക്കാനുള്ള മാർഗം കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. സംഖ്യ 23:23. ഇസ്രായേലിന് മന്ത്രവാദമോ ക്ഷുദ്രവിദ്യയോ ഏൽക്കില്ല. ഇസ്രായേലായി മാറുക, ഇസ്രായേലിനെ പോലെ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് വിശ്വസ്തയോടെ ജീവിക്കുക. 1 യോഹന്നാൻ 5:18 വായിച്ചാൽ യേശുവിൻ്റെ സ്വന്തമായവരെ സാത്താനോ ഒരാഭിചാരത്തിനോ തൊടാൻ പോലും പറ്റില്ല എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഗലാത്യർ 3:1 വായിച്ചാൽ ക്രൂശിതനായ കർത്താവിനെ മുന്നിൽ കണ്ട് ആ കർത്താവിൽ ദൃഷ്ടി ഉറപ്പിച്ച് ജീവിതത്തിൽ മുന്നേറുന്നവരെ ഒരാഭിചാരവും തകർക്കില്ല. ഇക്കാര്യങ്ങൾ ബോധ്യപ്പെട്ടതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.